ദേ നല്ല രുചിയുള്ള മുരിങ്ങക്കൊക്കെയാണ് കൊണ്ടിരുന്നത്. ഇതുകൊണ്ടൊരു വലിയ സംഭവം ഉണ്ട്, കാണാം. ഇതിന്റെ ഇറച്ചി എടുത്തു കഴിഞ്ഞാൽ ഇതുകൊണ്ടൊരു സംഭവം ഉണ്ട്. ആ ഏലത്തോട്ടം കൊണ്ടൊന്ന് കാണാം. നമ്മളെ ഏലത്തോട്ടത്തിലാണ് നിൽക്കുന്നത്. നമസ്കാരം. 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 എവിടെയാണ്? കായലിന്റെ നടുക്കാണ്, ചെറിയ വള്ളത്തിലാണ് നമ്മൾ പോകുന്നത്. എന്തായാലും എല്ലാം കാണാം, നമുക്ക് നേരിട്ട് കാണാം. സന്തോഷേട്ടാ, ഇവിടെ എന്താ പരിപാടി? ഇവിടാണ് ഈ കക്ക ഇളക്കുക. ഇളക്കിയിട്ട് ഇറച്ചി ഇതാ എടുക്കുന്നുണ്ടോ? അതിന്റെ ഉള്ളിൽ നിന്നല്ലേ? അത്യാവശ്യം നല്ല ഇറച്ചിയാ, കൂടുതലായിട്ടുണ്ട്. കൂടെ ഇതിന്റെ സൈഡിലൊക്കെ അല്ലാതെ ഇറച്ചി ഇരിപ്പുണ്ടോ? ഈ കക്കയുടെ സൈഡിലൊക്കെ പിടിച്ചിരിപ്പുണ്ടല്ലേ? ഇരിപ്പുണ്ട്. ഇളക്ക് നല്ല പണിയാ കേട്ടോ. ഓരോന്ന് ഇളക്കി എടുക്കുന്ന നല്ല പണിയാ. ദേ ഇത്രയും വലിയ മുരിങ്ങക്കൊക്കെയാ തുറന്ന് കാണിക്കാൻ. കണ്ടോ? കണ്ടോ പ്രജിനെ? ഇവിടെ താണ്ടേ ഇത് കണ്ടോ, മുരിങ്ങക്കൊക്കെ കൊണ്ട് മല പോലെ കിടക്കുന്നത്. ഇവിടുന്ന് കുറെ ഇത് എങ്ങനെയാ കൊണ്ടുവന്നത്? ഇവിടുന്ന് ഇത് ഇവിടെ ഉണ്ട്. ഇവിടെ ചാക്കിൽ ചെയ്യും, എന്നിട്ട് തോണി മാർഗം അതാ അങ്ങ് കണ്ടില്ലേ, അതാണ് ആ കടവ്. ആ കടവ് വരെ തോണിയിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് വണ്ടി വരും, അവിടുന്ന് കയറ്റി കൊണ്ടുവന്നേ. അപ്പൊ ശരിക്കും നല്ലൊരു കഷ്ടപ്പാട് തന്നെയാണ്. ഇതുവരെ പറയുന്ന ഏകദേശം ഒരു വർഷം കൊണ്ട് വാരിയിട്ട സാധനമാണല്ലയോ? അതെ അതെ. ഡെയിലി പോയിട്ട് ഇവിടെ പോയിട്ട് ഇത് വാരിയിട്ട് അവർ ഇവിടെ കൊണ്ടുവന്ന് അതിൽ മുരി എടുത്തതിന് ശേഷമുള്ളത് ചാക്കിലാക്കിയിട്ട് അവിടെ എത്തിക്കും. എന്നിട്ടാണ് അവിടുന്ന് കൊണ്ടുവന്നത്. ഓക്കെ, എന്നിട്ടാണ് ബാക്കി പരിപാടിയെല്ലാം. നമുക്ക് അത് കാണുകയും ചെയ്യാം കേട്ടോ. അവിടെ പോയി ചെയ്യുന്ന കാണാം. നമ്മളിപ്പോ നിൽക്കുന്ന കോയമ്പത്തൂരാണ്. ഇന്നലെ നമ്മൾ കണ്ടായിരുന്നല്ലോ, ദേ ചാക്ക് കണക്കിന് മല പോലാണ് അടുക്കി വെച്ചിരിക്കുന്നത്. ഈ സംഭവം കൊണ്ട് എന്താ ചെയ്യാൻ പോകുന്നത്? ഇതാണ് നമ്മൾ ഇന്നലെ കയറ്റി വിട്ട മുരിങ്ങാക്കക്ക. ഇതിൽ നിന്നാണ് നമ്മൾ PH ബൂസ്റ്ററിന്റെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. ഇത് മാത്രമേ ഉള്ളൂ? ഇത് മാത്രമല്ല, ഇതിലേക്ക് ഒരുപാട് ചേരുവകൾ ചേർത്തിട്ടുള്ള നമ്മുടെ പ്രൊഡക്റ്റ്. വരും. ഇതാണ് രാജസ്ഥാൻ വരുന്ന ഡോളോമൈറ്റ്. 21% മഗ്നീഷ്യം ആഡ് ചെയ്തുള്ള പ്രൊഡക്റ്റ് ആണ്. അതോടൊപ്പം തന്നെ കാൽസ്യവും സിലിക്കൺ ചേർന്നുള്ള. വളരെ നൈസ് ആയില്ലയോ? അതെ, മൈദമാവ് പോലെ തന്നെ. ഇതിനകത്ത് കെമിക്കൽ വല്ലതും ഉണ്ടോ? ഇത് കെമിക്കൽ ഒന്നുമില്ല. ഇത് 100% നാച്ചുറൽ ആണ്. ഇത് മൈന്നെടുത്ത സാധനം. ഞാൻ ടെസ്റ്റ് ചെയ്ത് തരാം. ഇതുണ്ടോ? നാക്കിൽ ചെന്താനും കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. നാച്ചുറൽ സാധനം. ഈ കറുത്ത് കാണുന്നത് എന്തുവാ? ഈ കറുത്ത് കാണാണ് നമ്മളെ നെല്ലിന്റെ ആശാണ്, നെല്ലിന്ന് എടുക്കുന്നത്. ഇതിൽ സിലിക്ക ഉണ്ട്. ഈ സിലിക്ക ഉള്ളത് കൊണ്ടാണ് നമ്മൾ നെല്ലിനൊക്കെ നമ്മൾ PH ബൂസ്റ്റർ കൊടുത്തു കഴിഞ്ഞാൽ അത് മറിഞ്ഞു പോകാതെ പിടിച്ചു നിൽക്കുന്നത്. അപ്പൊ ഈ 3 രാജാക്കന്മാരാണ് ഇതിനകത്ത് ചേരുന്നത്. ഇത് 3 രാജാക്കന്മാരെ കൂടെ വേറെയും നമ്മളേതായ കുറെ പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ PH ബൂസ്റ്റർ എന്ന് പറഞ്ഞത്. ഇത് കണ്ടോ, ഇത് ചെറിയൊരു കമ്പനി അല്ല, വലിയ സെറ്റപ്പ് ആണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നേരിട്ട് കാണാം. നമുക്ക് പ്രധാനപ്പെട്ട ഒരാളെ ഇത് പരിചയപ്പെടാം. സാറേ നമസ്കാരം. സാറിന്റെ പേര്? ഡോക്ടർ വിവേൻ സി. ശരിക്കും 27 വർഷം കൊണ്ട് സാറ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിലാണ്. എന്തായിരുന്നു സാറിന് ചുമതല? ഞാൻ കൃഷി വകുപ്പിൽ 27 കൊല്ലം സർവീസ് ചെയ്തത്. കഴിഞ്ഞ മെയിലാണ് റിട്ടയർ ചെയ്തത്. റിട്ടയർ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ തസ്തിക ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ ആണ്. സാർ ഇവിടുത്തെ ചുമതല എന്താണ് സാറിന്? ഞാൻ SPCയിൽ ടെക്നിക്കൽ ഡയറക്ടറായിട്ടാണ് എന്നെ നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ജോലി എന്ന് പറയുന്നത് SPCയിലെ ഒത്തിരി പ്രൊഡക്ട്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ആ പ്രൊഡക്റ്റുകൾക്ക് തന്നെ ശരിക്കും അതിൻ്റെ നിലവാരം പുലർത്തി പോകാനുള്ളത് നോക്കുക. അതുപോലെ തന്നെ അത് കൃഷിക്കാർക്ക് അത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെതായ ഗുണങ്ങൾ ആ വിളകളിൽ ഉണ്ടോ എന്നുള്ളത് ഫീൽഡ് വിസിറ്റിലൂടെ മനസ്സിലാക്കി അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പറഞ്ഞു കൊടുക്കണം. മെയിനായിട്ട് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റിന്റെ ചുമതലയിൽ ഇരിക്കുന്നതെന്ന് കൂടെ മനസ്സിലാക്കണം. ശരിക്കും ഈ PH ബൂസ്റ്ററിന് ലൈസൻസ് വേണ്ടെന്ന് പറഞ്ഞതിന്റെ കാരണം എന്താ? PH ബൂസ്റ്ററിന് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് മണ്ണിലെ സോയിൽ PHനെ ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സോയിൽ അമിലിറൻ്റ് എന്ന് പറയാം. അപ്പോൾ ഈ സോയിൽ അമിലിറൻസ് എന്ന് പറയുന്നത് കുമ്മായം അല്ലെങ്കിൽ നീറ്റുകക്ക അല്ലെങ്കിൽ ഡോളമൈറ്റ് പോലെയുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഈ ഡോളമൈറ്റും നീറ്റുകക്കയും ഒന്നും തന്നെ ഫെർട്ടിലൈസർ കൺട്രോൾ ഓർഡറിൽ വളമായിട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫെർട്ടിലൈസർ കൺട്രോൾ ഓർഡറിൽ എന്തെല്ലാം സാധനങ്ങളാണോ വിൽക്കാൻ പറഞ്ഞിരിക്കുന്നത് അത്തരത്തിലുള്ള സാധനങ്ങൾ വിൽക്കപ്പെടുകയാണെങ്കിൽ മാത്രമേ ലൈസൻസ് വേണ്ടൂ. അപ്പോൾ PH ബൂസ്റ്ററിനകത്ത് നമ്മൾ ഈ പറയുന്ന FCOയിൽ പറയുന്ന വളങ്ങളൊന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് PH ബൂസ്റ്റർ വിൽപ്പന നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് ലൈസൻസ് വേണ്ട. സാർ ഇത് തന്നെ ഉണ്ടോ? ഇതിപ്പോ ലോഡ് കണക്കിനാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് എന്താ ചെയ്യുന്നത്? ഇത് നേരെ പൊടിച്ചങ്ങ് എടുക്കുവാന്നോ? PH ബൂസ്റ്റർ ഉണ്ടാക്കുന്നത് ഈ പറയുന്ന മുരിങ്ങക്കക്ക, അതായത് കടലിൽ നിന്ന് കിട്ടുന്ന കക്കയാണ്. സാധാരണ രീതിയിൽ നാട്ടിൻപുറത്ത് നമുക്ക് കല്ലുമ്മക്കായ് അല്ലെങ്കിൽ ചെറിയ കക്ക കിട്ടാറുണ്ട്. പക്ഷെ അതിനേക്കാളും എത്രയോ ഹൈ മാഗ്നിറ്റ്യൂഡിൽ ഉള്ള സാധനമാണ്. അപ്പോൾ ഇത് അവിടെ നിന്ന് ശേഖരിക്കുകയാണ്. ഇതിൽ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് കാൽഷ്യം കാർബണേറ്റ് ആണ്. പിന്നെ കാൽഷ്യം കാർബണേറ്റ് നീറ്റി കഴിഞ്ഞാലാണ് അത് ക്വിക്ക് ലൈം ആവുന്നത്. അതാണ് കാൽഷ്യം ഓക്സൈഡ്. പക്ഷെ നമ്മൾ നീറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് പ്രകൃതിക്ക് ദോഷമൊന്നുമില്ല. നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഇതിൻ്റെ കൂടെ നമ്മൾ ഡോളമൈറ്റ് വാങ്ങിക്കുന്നുണ്ട്. ഈ ഡോളമൈറ്റും കൂടി
മിക്സ് ചെയ്യുന്നുണ്ട്. പാറപ്പൊടിയാണ്. പാറപ്പൊടിയാണ്, മറ്റേ രാജസ്ഥാനിൽ നാച്ചുറൽ പ്രൊഡക്റ്റ് തന്നെയാണ്, നാച്ചുറൽ തന്നെയാണ്. ഇതിന്റെ കൂടെ നമ്മള് നെല്ലിന്റെ ഉമിയും കൂടി നമുക്കതൊന്ന് കാണാം. അതായത് PH ബൂസ്റ്ററിൽ ചേർക്കുന്നത് ഒന്ന് മുരിങ്ങ കക്ക അല്ലെങ്കിൽ കടലിൽ നിന്ന് കിട്ടുന്ന ഷെൽസ്, പിന്നെ ഡോളമൈറ്റ്, പിന്നെ മൂന്നാമത്തത് നമ്മുടെ നെല്ലിന്റെ ഉമിയാണ്. അപ്പൊ ഈ നെല്ലിന്റെ ഉമിയും ശരിക്കും പറയണമെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ റൈസ് മില്ലിലും അടിഞ്ഞുകൂടി കിടക്കുകയാണ്. അപ്പൊ അത് ഡിസ്പോസ് ചെയ്യാൻ തന്നെ പറ്റുന്നില്ല. അപ്പൊ ഇവിടെ ഈ ഉമി നമ്മൾ ചേർക്കുന്നത് സോയിൽ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ സോയിൽ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യുന്നതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുമ്പോൾ നല്ലൊരു എറേഷൻ കൊടുക്കുക എന്നുള്ളത് ചെടിക്ക്. അപ്പൊ നമുക്ക് സോയിലിന് നല്ലൊരു എറേഷൻ കൊടുക്കുന്നു, മണ്ണിന്റെ ആമ്ലത്വം കുറയ്ക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ ചെടി നല്ല ഒരു നാച്ചുറൽ കണ്ടീഷനിൽ തന്നെ വളരാനുള്ള സാഹചര്യം PH ബൂസ്റ്റ് ഇടുമ്പോൾ ഉണ്ടാവും. ഏറ്റവും മെയിൻ ആയിട്ടൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് പല സ്ഥലങ്ങളിലും മേമണ്ണ് പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് വളമുള്ള മണ്ണ് നഷ്ടപ്പെട്ടു. അപ്പൊ PH തന്നെ കുറഞ്ഞു. അപ്പൊ അതിനൊക്കെ ഏറ്റവും പ്രധാനം നമ്മുടെ ഈ ഒരു PH ബൂസ്റ്റർ. പ്രളയത്തിന് ശേഷവുമുള്ള മണ്ണിന്റെ കണ്ടീഷനും പിന്നെ എല്ലാ വർഷവും നമുക്ക് കിട്ടുന്ന മഴയും 3000 മില്ലിമീറ്റർ മഴയും നമ്മുടെ മണ്ണിനെ എപ്പോഴും അസിഡിക് കണ്ടീഷനിലാക്കിയിരിക്കുകയാണ്. അപ്പൊ ഈ അസിഡിക് കണ്ടീഷനെ ന്യൂട്രലൈസ് ചെയ്യണം. അപ്പൊ അതിന് നമ്മുടെ സോയിൽ അമിലറന്റ് ആയ PH ബൂസ്റ്റർ ഉപയോഗിക്കണം. ഈ PH ബൂസ്റ്റർ പല വിളകളിലും ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നെല്ല്, അത് കഴിഞ്ഞ് തെങ്ങ്, പിന്നെ കവുങ്ങില് ഈ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങൾ മഹാളി പോലെയുള്ള അസുഖങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ നമുക്ക് പരിഹരിക്കാൻ ഒരു പരിധി വരെ ഇത് ഉപയോഗിക്കും. കാരണം ഡോളമൈറ്റ് ഉണ്ട്, കാൽഷ്യം കാർബണേറ്റ്, അതായത് കക്കയുണ്ട്, അപ്പൊ പോരാത്തതിന് ഉമിയുണ്ട്. അപ്പൊ ഇതെല്ലാം ചേർന്ന് സോയിലിന് ചെടിക്ക് വേണ്ട ഒരു PH കറക്റ്റ് ചെയ്ത് വേണ്ട ന്യൂട്രിയൻസ് അബ്സർവ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. അത് മാത്രമല്ല നമ്മളിത് ഏലകൃഷി ആയാലും ഇഞ്ചി ആയാലും മഞ്ഞളായാലും പച്ചക്കറി കൃഷിക്കാണെങ്കിൽ പോലും, പച്ചക്കറി കൃഷിക്ക് ഇത് ഒന്നുകൂടി പൊടിച്ച രൂപത്തിൽ വേണം. അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും PH കറക്റ്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. സാറേ ഇപ്പൊ പലയിടത്തും ഈ ഇഞ്ചി ചെയ്യുക, അതുപോലെ ഏലം അങ്ങനെ മഞ്ഞ കളറ് ചെയ്യുക, അങ്ങനെ ആ ഒരു കർഷകരൊക്കെ പലരും നമ്മളെ വിളിച്ച് പറയാറുണ്ട് ഇത് വളരെ നന്നായിട്ടുണ്ടെന്ന് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട്. നമുക്ക് തീർച്ചയായിട്ടും പോയിട്ട് ആ ഏല കർഷകനെ ഒന്ന് കാണാം, ആ ഏലത്തോട്ടം കൂടെ ഒന്ന് കാണാം. നമ്മളെ ഏലത്തോട്ടത്തിലാണ് നിൽക്കുന്നത്. നമുക്ക് ചേച്ചിയോട് ചോദിക്കാം. ചേച്ചി നമസ്കാരം. പേരെന്തുവായിരുന്നു? എന്റെ പേര് ഗീത. ശരിക്കും നമ്മുടെ ഈ ഒരു PH ബൂസ്റ്റർ ഇതിന് ഉപയോഗിക്കാറുണ്ടോ? ഉപയോഗിക്കാറുണ്ടല്ലോ. PH ബൂസ്റ്ററാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ എന്തൊക്കെ മാറ്റങ്ങൾ അതിനുണ്ടാവുന്നത്? ഇപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിലേ ഭയങ്കര മഴയുടെ ഒരു സീസണാണ്. പക്ഷെ നമുക്ക് അഴുകൽ എന്ന് പറഞ്ഞൊരു കാര്യമില്ല എന്റെ തോട്ടത്തില്. ഇപ്പൊ നമ്മൾ കായ എടുത്തോണ്ടിരിക്കുകയാണ്. ഈ ഒരു റൗണ്ടിൽ ഇപ്പൊ കായ എടുത്ത് തീർന്ന ചെടിയായിട്ട് പോലും എനിക്ക് അടുത്ത റൗണ്ടിൽ എടുക്കാനുള്ള കായ ഇപ്പൊ ആയി വരുന്നുണ്ട്. അപ്പൊ വിളവാണെങ്കിലും അതുപോലെ ഈ ചീയല് അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാണ്. അതെ, അഴുകൽ എന്ന് പറഞ്ഞൊരു കാര്യമില്ല. ഇവിടെ മെയിൻ ആയിട്ട് ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അഭിമുഖീകരിക്കുന്ന ഏലത്തോട്ടത്തിന് വരുന്ന ഒരു പ്രശ്നം ഇതാണ്, അഴുകലാണ്. അതായത് മഴ കൂടുതലുള്ള സമയത്ത് നമുക്ക് അഴുകൽ ഭയങ്കരമായിട്ട് വരും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഒരു 3 വർഷമായിട്ട് PH ബൂസ്റ്റർ ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് അഴുകലില്ല. എന്റെ പറമ്പിൽ ഒറ്റ ഒരു സ്ഥലത്ത് പോലും അഴുകലില്ല. അങ്ങോട്ടൊക്കെ നോക്കിയാൽ കാണാം കേട്ടോ. സാറേ ഈ രാസവളം ഉപയോഗിക്കുന്നവർക്ക് നമ്മുടെ ഈ PH ബൂസ്റ്ററിന്റെ ആവശ്യമുണ്ടോ? PH ബൂസ്റ്റർ സോയിൽ അമിലറന്റ്, അതായത് മണ്ണിന്റെ ആമ്ലത്വം ശരിപ്പെടുത്തുക എന്നുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ കൃഷി ചെയ്യുന്ന കർഷകർ ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നവരുമുണ്ട്, രാസവളങ്ങൾ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ ഈ ഏത് വളം ഉപയോഗിച്ചാലും അതിൻ്റെ ഒരു നെറ്റ് റിസൾട്ട് നന്നാവണമെന്നുണ്ടെങ്കിൽ സോയിൽ PH ശരിയാക്കണം. അപ്പോൾ ഈ സോയിൽ PH ശരിയാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ PH ബൂസ്റ്റർ ഉപയോഗിക്കണം. അപ്പോൾ ഈ രാസവളങ്ങൾ ഉപയോഗിക്കുന്ന പ്രത്യേകിച്ച് അമോണിയം ഫോസ്ഫേറ്റ്, സൾഫേറ്റ് എന്ന് പറയുന്ന വളങ്ങളൊക്കെ ഈ സൾഫറിന്റെ അംശം ചെല്ലുമ്പോൾ മണ്ണിന്റെ അസിഡിറ്റി കൂട്ടുക ചെയ്യും. അപ്പൊ രാസവളങ്ങൾ ചിലത് ഉപയോഗിക്കുമ്പോൾ മണ്ണിന്റെ ആമ്ലത്വം കൂട്ടുന്നതും ചെടിക്ക് ദോഷം തന്നെയാണ്. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ ഈ പറയുന്ന സോയിൽ അമിലറന്റായ PH ബൂസ്റ്റർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ PHനെ ന്യൂട്രലാക്കി നിർത്തുന്നത് ചെടിക്ക് വളരാൻ വളരെ നല്ല അന്തരീക്ഷമായിരിക്കും. അപ്പൊ ആർക്കാണെങ്കിലും ഇത് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് തന്നെ. ഇതാണ് നമ്മുടെ PH ബൂസ്റ്റർ. നമ്മുടെ ഈ വീഡിയോ കാണുന്നവർക്ക് എങ്ങനെ ഈ പ്രോഡക്റ്റ് കിട്ടും? ഇത് നമ്മുടെ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും നമ്മൾ ഫ്രാഞ്ചൈസി കൊടുത്തോണ്ടിരിക്കുകയാണ്. നിലവിൽ എല്ലാ ജില്ലകളിലും നമുക്ക് ഫ്രാഞ്ചൈസികളുണ്ട്. നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരെ ഫ്രാഞ്ചൈസിയോട് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിപ്പോൾ കേരളത്തിന് പുറത്ത് നമ്മൾ കൊടുക്കൽ തുടങ്ങിയിട്ടുണ്ട്. ആന്ധ്ര, തമിഴ്നാട്, കർണാടക, ഇപ്പോൾ നമ്മൾ ഒമാനിലും അതുപോലെ തന്നെ ദുബായിലേക്കും നമ്മൾ സാധനം കയറ്റി അയച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് വെളിയിൽ കയറ്റി അയച്ചിട്ടുണ്ട്. വീഡിയോ നമ്പർ ഉണ്ട്, വിളിച്ചാൽ മതി.